അപ്പോൾ ഇന്നൊരു മണ്ടലാട്ടമായാലും നമ്മുടെ മെയിൻ ആയുധം ഇതാണ്. അപ്പോൾ ഇതിനായിട്ട് ഈ കോമ്പസ് എടുക്കുമ്പോൾ മൊനയുള്ള കോമ്പസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ റൗണ്ട് വരയ്ക്കാൻ പാടുപെടും. ഞാൻ ഒരു പാടുപെട്ടു ഇതൊന്ന് റൗണ്ടിൽ വരച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ മണ്ടലാട്ടിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സർക്കുലർ ഡിസൈൻ ആണല്ലോ. അപ്പോൾ പിന്നെ അത് വരയ്ക്കാണ്ട് പറ്റില്ലല്ലോ. കൈകൊണ്ട് വരയ്ക്കാമെന്ന് വെച്ചാൽ വളഞ്ഞും പുളഞ്ഞും പോവും. അതിനേക്കാൾ നല്ലത് അതും വെച്ച് വരയ്ക്കുന്നതാണെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ അതും വെച്ച് തന്നെ വരച്ച്. നമ്മളപ്പോൾ ഇവിടെ CD മാർക്കറും അതേപോലെ ഒരു റെഡ് പേനുമാണ് എടുത്തേക്കുന്നത്. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്താണ് ഈ റെഫറൻസ്. പക്ഷേ പിൻട്രസ്റ്റിലെ പോലെ തന്നെ കറക്റ്റ് അതേപോലെ തന്നെയല്ല ഞാൻ വരച്ചേക്കുന്നത്. ഞാൻ എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടാണ് ഞാൻ ഇതിൽ വരച്ചേക്കുന്നത്. ഇതിന് മുന്നും നമ്മൾ മണ്ടലാട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വേഗം കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഇതിൻ്റെയും അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ഒരു 3 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ ഒരൊറ്റ മിനിറ്റിൽ നിങ്ങൾ കാണുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോണതേ ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇത് ചെയ്യാനായിട്ട് നല്ല ടൈം എടുക്കും കേട്ടോ. അത് നല്ല ക്ഷമ വേണം ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് കുത്തിയൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് പതുക്കെ ചെയ്യുള്ളൂ. ഇത് ഞാൻ ഒറ്റയടിക്ക് ചെയ്ത് തീർത്തതാണ് 3 മണിക്കൂർ കുത്തിയിരുന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.